വെൽക്കം എവരി വൺ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയമമുണ്ട്. പ്രധാനമായിട്ടും പലതും നമ്മൾ പാലിക്കേണ്ടതാണ്. ഈ എന്തൊക്കെയാണ് സ്നേഹത്തിൻ്റെ ലവ് ആൻഡ് സെക്ഷുവാലിറ്റി എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ? അപ്പോൾ അവിടെ ഒന്ന് ലോ ഓഫ് മ്യൂച്വൽ റെസ്പെക്റ്റ്. അപ്പോൾ പരസ്പരം റെസ്പെക്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അതിന് അർത്ഥമാക്കുക? റെസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ ബൗണ്ടറീസിന്, പാർട്ട്ണറുടെ ഒപ്പീനിയൻസിന്, അതുപോലെ തന്നെ പാർട്ട്ണറിൻ്റെ പ്രിഫറൻസസിനെ, പാർട്ട്ണറുടെ ഫീലിങ്സിനെ, ഇതെല്ലാം ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കപ്പെടണം. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ പാർട്ട്ണറുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് നോക്കാതിരിക്കുക, ഇല്ല പേഴ്സ് എടുത്ത് നോക്കാതിരിക്കുക. അതൊക്കെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്, ബൗണ്ടറീസ്. അതുപോലെ മറ്റൊന്നാണ് ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും നമ്മൾ സ്നേഹം നിലനിന്ന് പോകണമെങ്കിൽ, റിലേഷൻഷിപ്പ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയുക, ഓണസ്റ്റായിട്ട്, എമ്പതറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതാണ് പലപ്പോഴും സ്ട്രെങ്തൻ ചെയ്യുന്ന കണക്ഷൻസും കോൺഫ്ലിക്റ്റുകളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് സഹായിക്കുന്നതൊക്കെ ഇതാണ്. മറ്റൊന്നാണ് ലോ ഓഫ് ട്രസ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്നേഹത്തിൻ്റെയും ബേസ് ഈ ട്രസ്റ്റാണ്. അപ്പം ലവിങ് റിലേഷൻഷിപ്പ് ഉണ്ടാകണേ ട്രസ്റ്റ് ഉണ്ടാകണം. അപ്പോൾ അത് വളരെ മച്വേർഡ് ആയിരിക്കണം, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ ഓണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും വേണം. മറ്റൊന്നാണ് ലോ ഓഫ് വൾണറബിലിറ്റി. അവിടെ നമ്മുടെ ഒരു ട്രൂ സെൽഫിനെ തുറന്ന് കാണിക്കാനായിട്ട് പറ്റുക, നമ്മുടെ കുറവുകളെ പോലും തുറന്ന് കാണിക്കാൻ പറ്റുക, അത് കംഫർട്ടബിൾ ആകുക. അപ്പോൾ വളരെ ഓപ്പണായിട്ട് നമ്മുടെ വൾണറബിലിറ്റി എന്താണ്, അപ്പോൾ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് ഇൻറ്റിമസി കുറച്ചുകൂടെ ഡീപ്പറായിട്ട് പോകും. അതേപോലെ തന്നെ നമുക്ക് ലോ ഓഫ് സെൽഫ് ലവ്. എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സ്വയം സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അപ്പോൾ അവിടെ സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി അതുപോലെ തന്നെ ലോ ഓഫ് റെസിപ്രോസിറ്റി, പാരസ്പരികത. അവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക്, രണ്ട് പേരും അപ്പോൾ പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അവിടെ അതിൽ നിന്നാണ് നമുക്ക് ഒരു ബെനഫിഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുക. ഇനി മറ്റൊന്നാണ് ലോ ഓഫ് ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഗീവിങ് ആൻഡ് റിസീവിങ് ഇമോഷണൽ സപ്പോർട്ട്, ഇത് വരുമ്പോഴാണ് ഒരു ബോണ്ട് സ്ട്രെങ്ത് ആകുന്നതും. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതും. ഒരാളിൻ്റെ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ട്രെസ്, നീഡ് മറ്റേ ആൾ ഉണ്ടായിരിക്കുക. മറ്റൊന്നാണ് ലോ ഓഫ് ഇൻറ്റിമസി. അപ്പോൾ അവിടെ നമുക്ക് ഫിസിക്കൽ ഇൻറ്റിമസി, ഇമോഷണൽ ഇൻറ്റിമസി, പല വിധത്തിലുള്ള ഇൻറ്റിമസി ഉണ്ട്. അത് രണ്ടുപേരും നർച്ചർ ചെയ്യാനായിട്ട്, അത് ഡീപ്പർ കണക്ഷൻസിലേക്ക് പോകാനായിട്ട് ഒരു സാറ്റിസ്ഫൈങ് റിലേഷൻഷിപ്പിന് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ലോ ഓഫ് പേഴ്സണൽ ഗ്രോത്ത്. ഒരു ബന്ധമുണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ടു പേർക്കും ഉയർച്ച ഉണ്ടാകണം, വളർച്ച ഉണ്ടാകണം. ഇൻഡിവിജ്വൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ അത് രണ്ടു പേർക്കും ഒരു ഓവറോൾ ഹെൽത്ത്, അപ്പോൾ അവരുടെ മൊത്തമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വളരാൻ പറ്റണം. അടുത്തത് ലോ ഓഫ് പേഷ്യൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ഷമ അത്യാവശ്യമാണ്. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം എന്നൊക്കെ പണ്ട് പറയുന്നത് പോലെ പേഷ്യൻസ് വളരെ എസെൻഷ്യലാണ് റിലേഷൻഷിപ്പിനകത്ത്, പ്രത്യേകിച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ പാർട്ട്ണറുടെ നീഡ് ഒക്കെ അറിഞ്ഞ്, ഫീലിങ്സ് അറിഞ്ഞൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. ഇനി അടുത്തത് ലോ ഓഫ് കോംപ്രമൈസ്. ഈ മ്യൂച്വലി നമ്മൾ കോംപ്രമൈസ് ചെയ്യാനുള്ള ചാൻസുകൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യുക, അക്സെപ്റ്റിംഗ് സൊല്യൂഷൻസ് ഓർ എ ഡിസഗ്രിമെൻറ്റ്. അപ്പോൾ അവിടെ കോംപ്രമൈസസ് പരസ്പരം സ്വീകരിക്കുകയാണ്, ഒരു ഹാർമണിയിലേക്ക് പോവുക റിലേഷൻഷിപ്പിൽ. മറ്റൊന്നാണ് ലോ ഓഫ് ഫോർഗീവ്നെസ്. ഇപ്പം ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന മിസ്റ്റേക്ക് ഇപ്പോൾ സംഭവിച്ചതോ നേരത്തെ സംഭവിച്ചതോ ഇനി സംഭവിക്കാൻ പോകുന്നതോ, അവർ പാസ്റ്റ് ഗ്രീവൻസസ്. അപ്പോൾ ഇത് നമ്മൾ ക്ഷമിച്ച് വിട്ടുകളയുക, ലെറ്റ് ഗോ, ഇതിനുള്ള കഴിവ്. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കൊരു എൻഡ്യൂറിങ് റിലേഷൻഷിപ്പ് നമുക്ക് നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. മറ്റൊന്നാണ് ലോ ഓഫ് അപ്രിസിയേഷൻ. അപ്പം നല്ലതിനെ നല്ലതെന്ന് പറയുക. അപ്പം റെഗുലർലി എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രിസിയേഷൻ. അപ്പോൾ പാർട്ട്ണറുടെ ഓരോ സ്ട്രെങ്തിലും സപ്പോർട്ടിലും ബോണ്ടിലും ഒക്കെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈവൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ശേഷം പോലും, ഇല്ലേ ഡ്യൂറിങ്, അപ്പോൾ പോലും
നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല അപ്രിസിയേഷൻ പറയാനായിട്ട് അല്ലെങ്കിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അവിടെ ഈ ക്ലോസ്നെസ് ഒന്നാണ് ഒക്കെ ആണെങ്കിൽ ശരി, ഒന്നായിരിക്കുമ്പോൾ പോലും ഒരു ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടുപേരുടെയും താല്പര്യങ്ങൾക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ഫുൾഫില്ലിങ് റിലേഷൻഷിപ്പിന് വളരെ അത്യാവശ്യമാണ്. സ്പേസ് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ലോ ഓഫ് ഷെയർഡ് ഗോൾസ്. രണ്ടുപേരും പറഞ്ഞറിഞ്ഞ് രണ്ടുപേരും ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശത്തിലിരിക്കുന്ന ഗോള്. അപ്പോൾ ഗോൾസ്, ആസ്പിറേഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അത് പ്രൊമോട്ട് ചെയ്യുക, ഒരു യൂണിറ്റി ഓഫ് പർപ്പസ് ഉണ്ടാകുക. അത് റിലേഷൻഷിപ്പിന് വളരെ നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ലോ ഓഫ് ഇമോഷണൽ സേഫ്റ്റി. അവിടെ നമുക്ക് വൈകാരികമായിട്ട് സേഫ്റ്റി, ഒരു സേഫ് ഇമോഷണൽ എൻവയറമെൻറ്റ്. അപ്പോൾ അവിടെ രണ്ടുപേർക്കും തോന്നുന്നത് അവർ സെക്യൂറാണ്, സപ്പോർട്ടഡ് ആണ്, ക്രൂഷ്യലാണ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. പെട്ടെന്ന് ഒരു സംശയം ഉണ്ടാകുക, വേറെ ആൾക്ക് വന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടോ പിന്നെ മോശം ഉണ്ടാകുക എന്നുള്ള ഷേക്സ്പിയറിൻ്റെ കഥയിലെ പോലെ വരാതെ അപ്പം നമുക്ക് നിലനിന്ന് പോകാൻ പറ്റും എന്ന് രണ്ടുപേർക്കും പരസ്പര വിശ്വാസം. പിന്നെ അടുത്തത് ലോ ഓഫ് സെൻഷ്വാലിറ്റി. അപ്പോൾ അവിടെ എംബ്രേസിങ് ആൻഡ് എക്സ്പ്ലോറിങ് ആൻഡ് സെൻഷ്വാലിറ്റി. അപ്പോൾ അതെപ്പോഴും എൻഹാൻസ് ചെയ്യുന്ന അവരുടെ ഫിസിക്കൽ ഇൻറ്റിമസി, ഫിസിക്കൽ അട്രാക്ഷൻ. അപ്പോൾ ഒരു സാറ്റിസ്ഫൈയിങ് സെക്ഷൽ റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മുടെ പാർട്ട്ണർക്ക് കൂടെ സ്വീകാര്യമായ, അവർ പാർട്ട്ണറെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സിലും ഗ്രൂമിങ്ങിലും ഒക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അത് ലോ ഓഫ് ഓപ്പൺ മൈൻഡ്നെസ്. അപ്പോൾ ഓപ്പൺ മൈൻഡഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ തുറന്ന സമീപനത്തോടു കൂടിയുള്ള അനുഭവങ്ങൾ, പെർസ്പെക്റ്റീവ്, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിലൂടെ മ്യൂച്വൽ ഗ്രോത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മറ്റൊന്നാണ് ലോ ഓഫ് ബൗണ്ടറീസ്. ചില കാര്യങ്ങൾ ചിലപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുമ്പം നിങ്ങളുടെ പാർട്ട്ണറുടെ നിങ്ങളുടെ വൈഫിൻ്റെ മദറിനെ കുറിച്ചോ സിസ്റ്ററിനെ കുറിച്ചോ ഒക്കെ ഇൽ റെപ്യൂട്ടേഷൻ നിങ്ങൾ പറയുക കേട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ആ ബൗണ്ടറി ഭേദിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് നോക്കുക. അപ്പോൾ അല്ലാതെ നമ്മളത് പറയണം, ക്ലിയർലി ഡിഫൈനിങ്, റെസ്പെക്റ്റിംഗ് ദി പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ദ ബൗണ്ടറീസ്. അത് മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ട്രസ്റ്റ് വരുന്നത്. എന്തിനു നമ്മളങ്ങനെ നോക്കുന്നത്? പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരാളുടെ മൊബൈൽ എടുത്ത് നോക്കേണ്ട ആവശ്യം എന്തായിരിക്കുന്നത്? ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കേണ്ട കാര്യം എന്താണ്? അതുപോലെ ലോ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഒരാളോട് പ്രതിബദ്ധത, കമ്മിറ്റഡ് ആയിട്ടിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ അവരുമായിട്ടുള്ളൊരു സ്ഥിരത, ലോങ് ടേം റിലേഷൻഷിപ്പിനും സാറ്റിസ്ഫാക്ഷനും നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കുക. മറ്റൊന്നാണ് ഇപ്പോൾ ഈ ലവിൽ ലൂഡസ് എന്ന് പറയുന്ന ലോ ഓഫ് പ്ലേഫുൾനെസ്. അപ്പോൾ എപ്പോഴും തമാശയും പ്ലേഫുള്ളായിട്ട് ഫണ്ണും ഒക്കെ ആയിട്ട്, അപ്പോൾ ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട്, ഒരു ജോയ്ഫുള്ളായിട്ട്, ഹ്യൂമറസ് ആയിട്ട് ഇരിക്കാനായിട്ട്, ഒരു ജോയ്ഫുൾ കണക്ഷനിൽ എപ്പോഴും ഇരിക്കുക. അതുപോലെ മറ്റൊന്നാണ് ലോ ഓഫ് ബാലൻസ്. അപ്പോൾ ലോ ഓഫ് ബാലൻസിങ് പേഴ്സണൽ നീഡ്സ് വിത്ത് ദ നീഡ്സ് ഓഫ് ദി റിലേഷൻഷിപ്പ്. എൻ്റെ കാര്യം നടക്കണം, നിൻ്റെ കാര്യവും നടക്കണം. അപ്പം ഈ ഭാര്യയാണ്, ഭാര്യയ്ക്ക് അമ്മയും അപ്പനും ഉണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നമുക്കും അതുപോലെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒരുപാട് കയറി നമ്മൾ ഇടപെടാതിരിക്കുക. അപ്പോൾ അവിടെ ഈ റിലേഷൻഷിപ്പ് എല്ലാം വാല്യൂ ചെയ്തതായിട്ടും ഫുൾഫിൽ ചെയ്തതായിട്ടും രണ്ടുപേർക്കും തോന്നുക. ഇനി അതുപോലെ തന്നെ ലോ ഓഫ് സെൻസിറ്റിവിറ്റി. അയാൾ മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ അപ്പോൾ അയാളുടെ ഇമോഷൻസിനോട്, ഭാര്യയുടെ ഇമോഷൻസിനോട്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇമോഷൻസിനോട്, അല്ലെങ്കിൽ നീഡിനോട് എമ്പതറ്റിക്കായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടുള്ള റിലേഷൻഷിപ്പ്. ഇനി മറ്റൊന്നാണ് ലോ ഓഫ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ രണ്ടുപേരുടെയും ഡിസയറിനെ കുറിച്ച്, ഫാൻറ്റസീസിനെ കുറിച്ച് ഓപ്പണായിട്ടിരിക്കുക. പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള ശാരീരിക സമയത്തൊക്കെ മറ്റൊരാളെ കൊണ്ട് പറയിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ എത്രമാത്രം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 100-ൽ എത്ര ശതമാനം ഓരോന്നും ചോദിച്ച് അവരുടെ പ്രിഫറൻസസ് ഒക്കെ അറിഞ്ഞിരിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, അതിനെ ഓപ്പൺനെസ് ആക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. അത് കുറച്ചുകൂടെ ഇൻറ്റിമസി ഡീപ്പറാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് യു ആർ ഫോക്കസിങ് ഓൺ ഗിവിങ് അവർക്ക് മാക്സിമം പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ. ഇത് രണ്ടുപേരും ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ, അപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പൊക്കെ ഈ കമ്മിറ്റഡ് ആകുമ്പോഴത്തേക്ക് ഒരു 3/4 മണിക്കൂറൊക്കെ നീളും.
അപ്പോൾ അത് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും വന്ന് അവരുടെ ബോഡി മൊത്തം ഹീൽ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അടുത്തത് ലോ ഓഫ് ഓണസ്റ്റി ആൻഡ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ഫീലിങ്സ്. എന്താണ് എനിക്ക് തോന്നിയത്, ഇല്ല ഡിസയർ, ഇല്ല കൺസേൺസ്, ഇല്ല ട്രസ്റ്റ്, ഇല്ലെങ്കിൽ ക്ലാരിറ്റി വേണ്ടതിനെക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലോ ഓഫ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ അവിടെ ചേഞ്ചസ് നമ്മൾ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡാപ്റ്റ് ചെയ്യുക, ഫ്ലെക്സിബിൾ ആയിരിക്കുക, മറ്റൊരാളിൻ്റെ ആവശ്യങ്ങൾക്ക് നീഡും അവരുടെ സൗകര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. ഇനി ലോ ഓഫ് സപ്പോർട്ടീവ് ഫീഡ്ബാക്ക്. ചെയ്തതിനെ കൊള്ളാം, നന്നായി, പക്ഷേ ഇനിയും ഇല്ല, ഇതാണ് ഫീഡ്ബാക്ക്. പ്രൊവൈഡിങ് കൺസ്ട്രക്റ്റീവ് ആൻഡ് സപ്പോർട്ട് ഫീഡ്ബാക്ക്. അതൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണെങ്കിലും ശരി, ഡ്രസ്സ് ശരിയാക്കുന്നതാണെങ്കിലും ശരി, നമ്മളെന്തെങ്കിലും ഭാര്യയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതിലാണെങ്കിലും ശരി, മറ്റുള്ളവരുടെ ഒപ്പീനിയൻ പറഞ്ഞതാണെങ്കിലും ശരി, സംസാരിച്ചതിലാണെങ്കിലും ശരി, ഓരോ ആൾക്കാരുടെ ആക്ടിവിറ്റിയിലാണെങ്കിലും ശരി, ഈവൻ സെക്ഷൽ ആക്ടിവിറ്റിയിലാണെങ്കിലും ശരി. അപ്പോൾ ഇത് ഗ്രോ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരണമെങ്കിൽ മ്യൂച്വലി ഈ ഒരു എക്സ്പ്രഷൻ ആവശ്യമാണ്. ഇനി ലോ ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ. റെഗുലർലി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, സ്ട്രോക്ക് കൊടുക്കുക. അപ്പോൾ അത് വളരെ എസെൻഷ്യലാണ് ഒരു ഇമോഷണൽ ക്ലോസ്നെസ്സും ബോണ്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട്. ഇനി മറ്റൊന്നാണ് ലോ ഓഫ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവിടെ നമുക്ക് ഒരു ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പിന് ഒരാൾ മാത്രമല്ല, ചാലഞ്ചസ് വരുമ്പോഴാണെങ്കിലും ശരി, സക്സസ് വരുമ്പോഴാണെങ്കിലും ശരി, ഒരു കൊളാബറേറ്റീവായിട്ടുള്ളൊരു സ്ട്രെങ്ത്, ഒരു ടീം വർക്ക്, ഒരു ബോണ്ട്. ഇനി ലോ ഓഫ് സെൽഫ് അവെയർനെസ്. അവിടെ നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായ അവെയർനെസ്സും ഡിസൈഴ്സും ബിഹേവിയേഴ്സും പേഴ്സണൽ ഗ്രോത്തും ഇതും ഒരു മറ്റാളിൻ്റേതായിട്ട് റിലേഷൻഷിപ്പിലും ഹാർമണിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിച്ചു പോകാനായിട്ട് കഴിയുക. ലോ ഓഫ് റെസ്പെക്റ്റ് ഫോർ ഡൈവേഴ്സിറ്റി. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ പാർട്ട്ണറുടെ ചിന്താഗതിയും ഇല്ല അവരുടെ ഫോക്കസും. ഇപ്പോൾ സ്ത്രീയാണ് പൊതുവെ വീടിനകത്തും അവരുടെ ചുറ്റുവട്ടമായിട്ടായിരിക്കും. പുരുഷൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ എംബ്രേസിങ് ആൻഡ് റെസ്പെക്റ്റിംഗ് ഡിഫറൻസസ് ഇൻ വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ് എൻറിച്ച് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫോസ്റ്റേഴ്സ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പരസ്പരം അപ്പോൾ രണ്ടുപേരും രണ്ട് മേഖലയിൽ നിന്ന് വരുന്നു, രണ്ട് മതവിശ്വാസങ്ങളിൽ നിന്ന് വരുന്നു. പക്ഷേ അവിടെ രണ്ടും ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ മാറിക്കൊടുക്കുന്നതിന് പകരം മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ലോ ഓഫ് ആക്റ്റീവ് ലിസണിങ്. വൈഫ് എന്തെങ്കിലും പറയുമ്പോൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയില്ല. ഹസ്ബൻഡ് പറയുമ്പോൾ എൻഗേജ് ഇൻ ആക്റ്റീവ് ലിസണിങ് രണ്ടുപേരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടു, അതിന് പരിഹാരം ഉണ്ടാക്കുന്നു, അതിനെ വാല്യൂ ചെയ്തു. അതാണ് റെസ്പെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ ലോ ഓഫ് ഇമോഷണൽ അവൈലബിലിറ്റി. അപ്പോൾ ഇമോഷണലി അവൈലബിൾ ആകേണ്ട ഒരാൾ ടർബുലൻ്റ് കണ്ടീഷനിൽ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മറ്റേ അവൈലബിൾ ആകുക. അപ്പോൾ ആ കണക്ഷൻ്റെ ഡെപ്ത് അവിടെ ഉണ്ടായിരിക്കുക, ഇൻറ്റിമസി ഉണ്ടായിരിക്കുക. അടുത്ത മറ്റൊന്നാണ് ലോ ഓഫ് ജനറോസിറ്റി. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനറസായിട്ട് കൊടുക്കുന്നതിനും ലവ് കൊടുക്കുന്നതിനും ലവ് സ്വീകരിക്കുന്നതിനും, അപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നതിനും അറ്റൻഷനും സപ്പോർട്ടിനും നർച്ചറിങ്ങിനും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അംഗീകാരം, സ്വീകാര്യത ഉണ്ടാകുക. അതുപോലെ ലോ ഓഫ് പ്രയോറിറ്റൈസേഷൻ. അപ്പം ഹസ്ബൻഡിൻ്റെ പ്രയോറിറ്റി ആയിരിക്കത്തില്ല ഭാര്യയുടെ പ്രയോറിറ്റി. അപ്പം മറ്റൊരാളുടെ പ്രയോറിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പ്രയോറിറ്റൈസിങ് റിലേഷൻഷിപ്പ്. അപ്പോൾ പരസ്പരം അതിന് സമയം കണ്ടെത്തണം, സ്ട്രെങ്തൻ ചെയ്യണം, അതുപോലെ തന്നെ ബോണ്ട് കൂടണം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാനും ആ റിലേഷൻഷിപ്പിൽ പോകാനും ഒരു താല്പര്യം. ലോ ഓഫ് മ്യൂച്വൽ ഗ്രോത്ത്. അപ്പം ഇത് രണ്ടു പേർക്കും ഉണ്ടാകണം, രണ്ടുപേരും വളരാനായിട്ട് പരസ്പരം. ഓരോ ദിവസവും ഒരു മരം, ചെടി വളരുന്നത് പോലെ നമ്മൾ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു, പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ഗ്രോത്തിന് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണൊരു ഡൈനാമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ലോ ഓഫ് മ്യൂച്വൽ അഡ്മിറേഷൻ, ആരാധന. അഡ്മയറിങ് ആൻഡ് വാല്യൂയിങ് ഈച്ച് അതേഴ്സ് ക്വാളിറ്റീസ്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഫോസ്റ്റേഴ്സ് റെസ്പെക്റ്റ് ആൻഡ് അപ്രിസിയേഷൻ ഇൻ റിലേഷൻഷിപ്പ്. മറ്റൊരാളുടെ കഴിവുകളും പ്രത്യേകതകളും ടാലൻസും അയാളുടെ അങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കാനായിട്ട് പഠിക്കുക. അതുപോലെ മറ്റൊന്നാണ് ലോ ഓഫ് ഇമോഷണൽ റെസീലിയൻസ്. ഒരാൾ പല കാരണങ്ങൾ കൊണ്ടും, സ്ത്രീയാണെങ്കിലും ചിലപ്പം കുറച്ച് നേരത്തേക്ക് താഴെ പോകാം, പുരുഷനും താഴെ പോകാം. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു ഇമോഷണൽ റെസീലിയൻസ് ഹെൽപ്പ് ചെയ്യാനായിട്ട്
അപ്പോൾ ഒരു ചാലഞ്ചസിനെ അടുത്തോടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ട്രോങ് കണക്ഷൻ എന്തിനും കൂടെ നിൽക്കും, ഒരു ഹെൽപ്പ് മേറ്റായിട്ട്. അതുപോലെ തന്നെ ലോ ഓഫ് എക്സ്പ്ലോറേഷൻ, എക്സ്പ്ലോറിങ് ന്യൂ എക്സ്പീരിയൻസസ്, ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടെ നമുക്കെപ്പോഴും ഒരു റീഇൻവിഗ്രേറ്റ് ചെയ്യാനായിട്ട് പൂർണ്ണോത്സാഹത്തിലേക്ക്. അപ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഡീപ്പണായിട്ട്, അപ്പോൾ ശാരീരിക ഇതാണെങ്കിലും നേച്ചറാണെങ്കിലും ശരി, ടൂറുകളാണെങ്കിലും ശരി, പുസ്തകങ്ങളാണെങ്കിലും ശരി, ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ആണെങ്കിലും എല്ലാത്തിനും. മറ്റൊന്നാണ് ലോ ഓഫ് ഓതൻറ്റിസിറ്റി, നമ്മുടേതായ ഒരു തനിമ, ട്രൂ ടു യുവർ സെൽഫ് ആൻഡ് ട്രൂ ടു ദ പാർട്ട്ണർ. അപ്പോൾ പാർട്ട്ണർ അവിടെ വേറെ ആളായിട്ട് നമ്മൾ അഭിനയിക്കാനായിട്ട് പോകരുത്, അത് അധികം ദിവസം കാണില്ല, അത് അടിഞ്ഞ് താഴെ വീഴാനായിട്ട്. അപ്പം ഓപ്പണായിട്ട്, ഇപ്പം ഞാനൊക്കെ ഈ ആയിരക്കണക്കിന് ട്രെയിനിങ്ങുകൾ എടുത്തിട്ടുള്ള ആളാണ്. അപ്പം എപ്പോഴുും നമ്മൾ മറ്റൊരു ട്രെയിനറായിട്ടോ മറ്റൊരാളായിട്ടോ നമ്മുടെ ഓഡിയൻസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കത്തില്ല. നമ്മളുടെ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ എടുത്തു പറയുമ്പോഴാണ് എപ്പോഴും ഈ ഓഡിയൻസിനോട് കൂടുതൽ അടുക്കുന്നത്. നമ്മുടെ തെറ്റുകളും മണ്ടത്തരങ്ങളും ഒക്കെ പറയുമ്പോഴാണ് ഓഡിയൻസിനോട് കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരാളായിട്ട് ആകാനായിട്ട് ശ്രമിക്കേണ്ട. തീർച്ചയായിട്ടും നമ്മുടെ പാർട്ട്ണറുടെ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ നമ്മൾ അതിനെ അത്രയും അവർക്ക് തുറന്നു പറയാൻ സ്വാതന്ത്ര്യം കാണിച്ചല്ലോ എന്നൊരു സന്തോഷമായിരിക്കണം നമ്മളെപ്പോഴും കാണിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.